സ്വതന്ത്ര ഭാരത സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. 80 വർഷം മുമ്പ് നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഏതെല്ലാം മേഖലകളിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു? അടിമത്തത്തിലായിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ കുതിരപ്പുറത്ത് കയറുവാൻ കുനിഞ്ഞു നിന്ന് കൊടുക്കുവാൻ മാത്രം വിധിയുള്ള ക്രൂരമായ അടിമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഭക്ഷണ സ്വാതന്ത്ര്യമില്ല, വസ്ത്ര സ്വാതന്ത്ര്യമില്ല, വെറും അടിമകളെ പോലെ ഒരു നൂറ്റാണ്ടുകാലം നമ്മെ ഇടിച്ചു പിഴിഞ്ഞ് നരകതുല്യമാക്കി മാറ്റിയ ആ ഭാരതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം തരുവാൻ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. അതിന് ദൈവം അനേകരെ ഉപയോഗിച്ചു. നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ ഉപജ്ഞാതാവായ മഹാത്മാഗാന്ധി പിന്നീട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായി. ഭാരതത്തെ ദർശനത്തോടെ നയിച്ച നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായി. ഭഗത് സിംഗും അതുപോലെ വിപ്ലവകരമായ മുന്നോട്ട് രാജ്യത്തെ നയിച്ച അനേകർ, ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി നേടിയെടുത്ത സ്വാതന്ത്ര്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ശിപായിലുകളെയും ഒന്നും ഓർക്കാനിപ്പോൾ സമയമില്ല. എന്നാൽ നൂറായിരക്കണക്കിന് ആളുകളെ രക്തം ചിന്തി നേടിയ സ്വാതന്ത്ര്യം ശരിക്കും ഇന്ന് നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അതേ പ്രിയരെ, എവിടെയാണ് സ്വാതന്ത്ര്യം? അതെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കൂ. അപ്പനും മൗനും മദ്യപാനം. അപ്പൻ കുടിച്ച മദ്യപാനത്തിൻ്റെ ബാക്കി വീടിൻ്റെ മുറ്റത്തുള്ള വാഴത്തോട്ടത്തിൽ ഒളിച്ചു വെച്ചു. മോൻ്റെ ലഹരി ഇറങ്ങിയപ്പോൾ അപ്പൻ ഇതെവിടെ വെക്കുമെന്ന് അറിയാമായിരുന്ന മോൻ അത് പറഞ്ഞതുപോലെ അപ്പൻ ആരാ മോൻ എന്ന് ചോദിച്ചതുപോലെ അപ്പൻ്റെ മദ്യത്തിൻ്റെ ബാക്കി എടുത്ത് മോൻ കുടിച്ചു. അപ്പൻ്റെ ലഹരി ഇറങ്ങിയപ്പോൾ ബാക്കി കുപ്പി തേടി വന്നു. മോൻ കുടിച്ചു എന്നറിഞ്ഞു. അടുത്തിരുന്ന തൂമ്പാക്കായി എടുത്ത് അടിച്ചു. ജനിപ്പിച്ചു വളർത്തിയ മകനെ അടിച്ചു കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി. എവിടെയാണ് സ്വാതന്ത്ര്യം? എവിടെയാണ് സ്വാതന്ത്ര്യം? മാതാപിതാ ഗുരു ദൈവം, ഇതാണ് നമ്മുടെ ഭാരത സംസ്കാരം. നമ്മളെ അക്ഷരം പഠിപ്പിക്കുന്ന, ജ്ഞാനം പഠിപ്പിക്കുന്ന ആളുകളെ ഗുരുക്കന്മാർ, ഈശ്വരതുല്യരായി നാം കാണുന്ന സംസ്കാരമാണ്. എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു, അധ്യാപകൻ. അയാളിൽ നിന്ന് അടുത്തതിൽ അതും അധ്യാപകൻ. ചുരുക്കി പറഞ്ഞാൽ ചരസും ലഹരി പദാർത്ഥങ്ങളും കഞ്ചാവും വിൽക്കുന്ന ഗുരുക്കന്മാരുടെ നീണ്ട നിര നമ്മുടെ രാജ്യത്തിന്റെ ശാപമായി. അവർ വളർത്തി വലുതാക്കേണ്ട, നാളത്തെ ഉന്നതന്മാരായി തീരേണ്ട ഒരു പൗരന്മാരെ ലഹരിക്കടിമയാക്കി വിൽക്കുന്ന ഒരു കൊള്ളസങ്കേതത്തിന്റെ അണികളായി ഇവിടെ ഗുരുക്കന്മാർ മാറുമ്പോൾ നാം നിരാശപ്പെടുകയാണ് പ്രിയരെ. ഒരു ഗുരു ഒരു ആശുപത്രിയിൽ ചെന്നു. ഒരു പിതാവിന്റെ ഏക മകൾ ഡോക്ടറാണ്. കത്രിയെ എടുത്ത് തലങ്ങും കുത്തി ഗുരു ആ അപ്പന്റെ ഏക മകളായ ഡോക്ടറെ വകവരുത്തിയ ചരിത്രം നമ്മൾ മറന്നുപോയിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ എവിടെയാണ് സ്വാതന്ത്ര്യം? എവിടെയും അരാജകത്വവും ബന്ധനവും ശാപവും നീണ്ടു നിൽക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. കാമുകന്റെ കൂടെ പുതിയ ജീവിതം തേടിപ്പോയ അമ്മ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ അടിച്ചു വന്ന നാടാണ് കേരളം. പ്രേമിക്കുന്നവന്റെ കൂടെ പോകാൻ ജ്യൂസിനകത്ത് വിഷം കലർത്തി കൊല നടത്തിയ വിദ്യാസമ്പന്നയായ ഗ്രീഷ്മയുടെ നാടാണ് കേരളം. ഒരു കൊലയും അറുകൊലയും പല കൊലയും നടത്തി കോടതിയെ വെല്ലുവിളിച്ച ചെന്താമരയുടെ നാടാണ് കേരളം. 60 ദിവസത്തെ ഓപ്പറേഷൻ തൂഫാൻ, 65 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് കത്തിച്ച നാടാണ്. ആ പണമുണ്ടെങ്കിൽ കേരളത്തെ 3 കൊല്ലം എല്ലാ വീട്ടിലും സൗജന്യ റേഷനും നല്ല ഭക്ഷണവും കൊടുത്ത് രാജ്യത്തെ നിലനിർത്താൻ പര്യാപ്തമായ കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവും MDMAയും ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കുന്ന ഒരു വ്യാപാര തെരുവായി, വ്യഭിചാര തെരുവായി, കൊള്ളക്കാരുടെ നാടായി കൊച്ചി, എറണാകുളം മുതലായ സ്ഥലങ്ങളിൽ പട്ടാപ്പകൽ നടുറോഡിലിട്ട് ആളുകളെ വെട്ടിക്കൊല്ലുന്ന നാടായി ഈ നാട് മാറി. എവിടെയാണ് പ്രിയരെ സ്വാതന്ത്ര്യം? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാടിൽ എന്ന് നാം പഠിച്ചിട്ടുണ്ട് പ്രിയരെ. എത്ര ഉയർന്ന വീട് വെച്ചാലും
എത്ര ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലും, അതേ പ്രിയരെ, ജോലി, ഉന്നത വിദ്യാഭ്യാസം, സൗന്ദര്യം, പക്ഷേ അന്യന്റെ ഭർത്താവിനെയും ആ സ്വത്തും അടിച്ചു മാറ്റാൻ തെളിവുകളില്ലാതിരിപ്പാൻ 5 വയസ്സുള്ള കുഞ്ഞിനെ ഉൾപ്പെടെ 6 പേരുടെ വായ്ക്കകത്ത് സൈനൈഡ് വെച്ചു കൊടുത്ത ജോളി എന്ന വിദ്യാസമ്പന്നയുടെ നാടും കൂടിയാണ് ഈ കേരളം. ആരോ പറഞ്ഞതുപോലെ, അതെ, നവോത്ഥാന നായകന്മാർ പറഞ്ഞതുപോലെ, ഭ്രാന്താലയമായി മാറിയിരിക്കുന്ന ഈ കേരളത്തിൽ രാത്രി സന്ധ്യയായാൽ ജീവിക്കാൻ കഴിയാതെ വണ്ണം, അതെ, കുറുവ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും കൂലിത്തല്ലുകാരും പോലീസിന്റെ ഉന്നതനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടകളുടെ നാടായി ഈ നാട് മാറി. എവിടെയും സ്വാതന്ത്ര്യമില്ല പ്രിയരെ. നാം പിന്നെയും, അതെ, കാലങ്ങൾ ഒത്തിരി മാറി, ഒരുപാട് പുരോഗതി വന്നു, റോഡ് മാറി, വീട് മാറി, ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായെങ്കിലും ഇന്നും പാപത്തിന്റെ അടിമയിൽ, ശാപത്തിന്റെ അടിമയിൽ കഴിയുന്ന ഒരുപറ്റം ആളുകളെ കൊണ്ട് സമൃദ്ധമാണ് ഈ നാട്. എന്നാൽ എന്റെ യേശു വിളിച്ചു പറഞ്ഞു, ആമേൻ, എന്നെ അനുഗമിക്കുന്നവൻ, എന്റെ വചനം സ്വീകരിക്കുന്നവൻ, അവൻ എന്നെ അനുഗമിക്കുമെങ്കിൽ ഞാൻ അവന് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പുത്രൻ അവന് സ്വാതന്ത്ര്യം വരുത്തിയാൽ അവൻ സാക്ഷാൽ സ്വാതന്ത്ര്യമുള്ളവരായിത്തീരും. ഈ പകലിൽ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളത്, ഒരിക്കൽ ഞങ്ങളും ശാപത്തിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു, ബന്ധനത്തിലായിരുന്നു. എന്നാൽ യേശുവിനെ വിളിച്ചപേക്ഷിച്ച നാളിൽ ഞങ്ങളുടെ ശാപവും അതേ ബന്ധനവും മാറ്റി ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം, ജീവിതം, സന്തോഷം, അതൊന്നു മാത്രമാണ് പ്രിയരെ. കവലകൾ തോറും, കേരളം തോറും, അതെ, സഞ്ചരിച്ച് മഴയോ വെയിലോ സാഹചര്യമോ ഭീഷണിയോ ഒന്നും വകവയ്ക്കാതെ ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, മോചനം പ്രാപിക്കുവാൻ, വിമോചനം അനുഭവിക്കുവാൻ, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവമൊരുക്കിയ ഏക രക്ഷാമാർഗം നസ്രായനായ യേശുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ, പഠനം കൊണ്ടോ, ആമേൻ, ആചാരമര്യാദകൾ കൊണ്ടോ, പുണ്യപ്രവർത്തികൾ കൊണ്ടോ നിനക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നിന്റെ വായിലിരിക്കുന്ന 4 ഇഞ്ച് വീടിക്ക് പോലും അടിമയാണ് നീ, മുറുക്കാൻ അടിമയാണ്. MDMA കഴിക്കുന്നവൻ അവന്റെ ബുദ്ധി നശിക്കുന്നു, ഞരമ്പുകൾ തളരുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു, കൊലവിളി നടത്തുന്നു, കൂലിത്തല്ലുകാരനായി ഒടുവിൽ ചോര ഛർദ്ദിച്ച് മരിക്കുമ്പോൾ അവന്റെ വിദ്യാഭ്യാസമോ മതമോ അവൻ ആചരിച്ച കാര്യങ്ങളോ അവനൊരു പ്രയോജനം ചെയ്യുന്നില്ല. നിരന്തരമായി തമ്പാക്ക് ഉപയോഗിക്കുന്നവൻ, മുറുക്കാൻ ഉപയോഗിക്കുന്നവൻ മോണയിലൂടെ, മുറിവുകളിലൂടെ അവന്റെ മോണ കേടാകുന്നു, പല്ല് പൊഴിയുന്നു, ബുദ്ധി മറയുന്നു, വിറയൽ ആരംഭിക്കുന്നു, അസഭ്യം പറയുന്നു, കൂലിത്തല്ലുകാരനായി മാറുന്നു, ചോര ചീറ്റി മരിക്കുന്നു. അവനും ആചാരങ്ങളും മര്യാദകളും ഉണ്ട്, പുണ്യപ്രവൃത്തികളുണ്ട്. പൂച്ചയ്ക്കും കാക്കയ്ക്കും അവൻ ആഹാരം കൊടുക്കുന്നുണ്ട്, സാധുവിന് ആഹാരം കൊടുക്കുന്നുണ്ട്, പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അവൻ മലകൾ കയറുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവൻ ബന്ധനത്തിലാണ്. ചെറിയ വീടിക്ക് പോലും അവൻ അടിമയാണ്. അവൻ ശാപഗ്രസ്തനാണ്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ, മലകൾ കയറിയാൽ കിട്ടുകില്ല, തൂക്കം നടത്തിയാൽ നേടുകില്ല, നന്മകൾ, നോയമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. അത് ദാനം, ദാനം, ദാനം. ഇന്നുകൾ അവന് സൗജന്യമായി നിന്നെ രക്ഷിപ്പാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ശാപം വഹിക്കുന്നവരെ, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ വിടുവിക്കാം, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, ഞാൻ നിങ്ങൾക്ക് ജീവിതം നൽകാമെന്ന് പറഞ്ഞ യേശു നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുവാൻ പഴയന്നൂർ ദേശമേ, ഈ മൈക്കിന്റെ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന നീ യേശുവിനെ ശ്രദ്ധിച്ചാൽ നിന്റെ ഇന്നത്തെ ബന്ധനം, ശാപം, നീ ആയിരിക്കുന്ന തഴക്കമടക്ക ദോഷങ്ങൾ നിന്നെ